മലയാളം എക്സാം സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ മലയാളത്തിൻ്റെ എക്സാം സ്പെഷ്യൽ രണ്ടാമത്തെ ക്ലാസ്സാണ്. തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആഗമസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തുക. ആഗമസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തുക. നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പന പ്ലസ് ഓല പനയോല, തീ പ്ലസ് കനൽ തീക്കനൽ, കടൽ പ്ലസ് കാറ്റ് കടൽ കാറ്റ്, ഇല്ല പ്ലസ് എന്ന് ഇല്ലെന്ന്. ഈ ഓപ്ഷൻസിൽ ഏതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം? ആദ്യം ആഗമസന്ധി എന്താണെന്ന് നോക്കാം. അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്ന് ചേരുന്നതാണ് ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്ന് ചേരുന്നതാണ് ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി വന്ന് ചേരുന്നതാണ് ആഗമസന്ധി. അപ്പോൾ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ ഏതാ? പന പ്ലസ് ഓല. പുതുതായി നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. പന പ്ലസ് ഓല, ഈ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ ഏത് വർണ്ണം പുതുതായിട്ട് വന്നു? പനയോല. അല്ലേ? പന പ്ലസ് ഓല ഏതാണ്? പനയോല. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ്, പന പ്ലസ് ഓല പനയോല. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം. തിരുവോണം, തിരു പ്ലസ് ഓണം, തിരു പ്ലസ് ഓണം, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ പുതുതായിട്ട് വ, തിരുവോണം. നോട്ട് ചെയ്യുക, തിരുവോണം. ദെൻ പൂ പ്ലസ് അമ്പൻ, പൂ പ്ലസ് അമ്പൻ പൂവമ്പൻ. അപ്പോൾ പുതുതായിട്ട് വന്ന വർണ്ണം ഏതാ? വ, പൂവമ്പൻ. അപ്പോൾ ആഗമിച്ചത് ലവ, പൂവമ്പൻ. നെക്സ്റ്റ് പള്ളി പ്ലസ് അറ, പള്ളി പ്ലസ് അറ, ആ പോയിട്ട് യ വന്നു അല്ലേ? അപ്പോൾ പള്ളിയറ, ആഗമിച്ചത് പള്ളിയറയ. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സാമ്പിൾസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായിട്ട് വന്ന് ചേരുന്നതാണ് ആഗമസന്ധി. ഓക്കെ, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായിട്ട് വന്ന് ചേരുന്നതാണ് ആഗമസന്ധി. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഏതാണ്? പന പ്ലസ് ഓല. ഓ പോയിട്ട് എന്ത് വന്നു? യ, പനയോല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ പന പ്ലസ് ഓല പനയോല. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പദം കണ്ടെത്തുക. ശരിയായ പദം കണ്ടെത്തുക. അതിൽ യാദൃശ്ചികം അല്ലേ രീതിയിലാണ് യാദൃച്ഛികം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് യാദൃശ്ചികം ഏതാണ്? യാദൃച്ഛികമാണ് കേട്ടോ. യാദൃച്ഛികം ഏതാണ്? നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ യാദൃച്ഛികം. അതാണ് നമ്മുടെ കറക്റ്റ് വേർഡ്, യാദൃച്ഛികം. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. കേവലക്രിയ അല്ലാത്തത് ഏത്? കേവലക്രിയ അല്ലാത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. കേവലക്രിയ അല്ലാത്തത് ഓപ്ഷൻസ് എരിക്കുക, പായിക്കുക, പൊടിക്കുക, നിൽക്കുക. എരിക്കുക, പായിക്കുക, പൊടിക്കുക, നിൽക്കുക. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് കേവലക്രിയ അല്ലാത്തത്? അപ്പോൾ എന്താണ് കേവലക്രിയ? എന്താണ്? കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ. അപ്പോൾ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ. അല്ലാത്തത്, അതായത് മറ്റൊരാളിൻ്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്നത് പ്രയോജക ക്രിയയാണ്. മറ്റൊരാളിൻ്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്നത് പ്രയോജക ക്രിയ. കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയ കേവലക്രിയ. ഇനി നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കൂ. എരിക്കുക, പായിക്കുക, പൊടിക്കുക, നിൽക്കുക. ഇതിൽ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയകളാണ് ഏതൊക്കെ? എരിക്കുക, പൊടിക്കുക, നിൽക്കുക. പായിക്കുക എന്താണ്? സ്വയം ചെയ്യുന്നതല്ല അല്ലേ? അപ്പം നമ്മുടെ അല്ലാത്തതാണ് കേവലക്രിയ. അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, പായിക്കുക. അത് കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയല്ല. നമുക്കത് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. കേവലക്രിയ എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയയാണ്. മറ്റൊരാളിൻ്റെ പ്രേരണ കൊണ്ട് ചെയ്യുന്നത് പ്രയോജക ക്രിയയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കേവലക്രിയ അല്ലാത്തത്? പായിക്കുക. ഓക്കെ, നെക്സ്റ്റ് തെക്കൻ എന്നത് ഏത് തദ്ധിത വിഭാഗത്തിൽ പെടുന്നു? അടുത്ത ക്വസ്റ്റ്യൻ. തെക്കൻ എന്നത് ഏത് തദ്ധിത വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് തന്മാത്രാ തദ്ധിതം, തദ്വത് തദ്ധിതം, പൂരണി തദ്ധിതം, നാമനിർമ്മയി തദ്ധിതം. അപ്പോൾ
ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് തദ്വത് തദ്ധിതമാണ്. കറക്റ്റ് ആൻസർ തെക്കൻ എന്നത് തദ്വത് തദ്ധിത വിഭാഗത്തിലാണ്. അപ്പോൾ എന്താണ് തദ്വത് തദ്ധിതം എന്ന് മാത്രം ഞാനിപ്പോൾ ഈ ഇതിൽ പറയാം. എന്താണ് തദ്വത് തദ്ധിതം ആവാൻ കാരണം എന്താണ്? തെക്കൻ, അതായത് അൻ എന്ന പ്രത്യയം ചേർത്ത് പ്രയോഗിക്കുന്ന പ്രത്യയങ്ങൾ, അതായത് അൻ എന്ന പ്രത്യയം ചേർത്ത് പ്രയോഗിക്കുന്ന പ്രത്യയമാണ് എന്ത്? തദ്വത് തദ്ധിതം. അൻ എന്ന പ്രത്യയം, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിഴക്കൻ, മടിയൻ, സമർത്ഥൻ, വയസ്സൻ, ഇതൊക്കെ എന്താണ്? തദ്വത് തദ്ധിതമാണ്. മനസ്സിലായോ? അതായത് തെക്കൻ അൻ എന്ന പ്രത്യയം ചേർത്ത് പ്രയോഗിക്കുന്ന പ്രത്യയങ്ങളാണ് ഏത്? തദ്വത് തദ്ധിതം. അപ്പോൾ തെക്കൻ, കിഴക്കൻ, മടിയൻ, സമർത്ഥൻ, വയസ്സൻ, ഇതൊക്കെ എന്താണ്? തദ്വത് തദ്ധിതമാണ്. അതായത് അൻ എന്ന പ്രത്യയം ചേർത്ത് പ്രയോഗിക്കുന്ന പ്രത്യയങ്ങളാണ് ഏത്? തദ്വത് തദ്ധിതം. നോട്ടിയ അൻ എന്ന പ്രത്യയം ചേർത്ത് പ്രയോഗിക്കുന്ന പ്രത്യയമാണ് തദ്വത് തദ്ധിതം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കാരിതം ഏതാണ്? താഴെ പറയുന്നവയിൽ കാരിതം ഏതാണ്? ഓപ്ഷൻസ്: പറയുന്നു, വായിക്കുന്നു, പഠിപ്പിക്കുന്നു, ഓടുന്നു. താഴെ പറയുന്നവയിൽ കാരിതം, ഇതിലേതാണ് കാരിതം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ കാരിതം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. കേവലക്രിയകളിൽ അതായത് കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയകളാണ് എന്ത്? കേവലക്രിയ അല്ലേ? അപ്പോൾ കേവലക്രിയകളിൽ, അതായത് കർത്താവ് സ്വയം ചെയ്യുന്ന പറയുന്നു, ഓടുന്നു, ചാടുന്നു, ഉറങ്ങുന്നു, ഇതൊക്കെ എന്താണ്? സ്വയം ചെയ്യുന്ന ക്രിയകളാണ്. ഈ കേവലക്രിയകളിൽ സാധാരണ കു എന്ന ശബ്ദം ചേർന്ന് വരാറില്ല. അതായത് എന്നാൽ ചില പ്രത്യേക ക്രിയകൾ കേവലക്രിയകളെങ്കിലും കു ചേർന്ന് വരുന്നു. അതായത് നിൽക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, അങ്ങനെ കേവലക്രിയകളിൽ കു ചേർന്ന് വന്നാൽ കാരിതം. നോട്ട് ചെയ്യുക, കേവലക്രിയകളിൽ, അതായത് കേവലക്രിയ എന്താണ്? കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയകളിൽ കു ചേർന്ന് വന്നാൽ അത് കാരിതം. ഇല്ലാത്തത് എന്താണ്? അകാരിതങ്ങളാണ്. ഇല്ലാത്ത കേവലക്രിയകൾ, കു ഇല്ലാത്ത കേവലക്രിയകൾ അകാരിതങ്ങളാണ്. അപ്പോൾ കേവലക്രിയകളിൽ കു ചേർന്ന് വന്നാൽ കാരിതം. ഓക്കെ, അപ്പോൾ എന്താണ് കാരിതം അകാരിതം എന്ന് മനസ്സിലായില്ലേ? കേവലക്രിയകളിൽ കു ചേർന്ന് വന്നാൽ കാരിതം, ഇല്ലാത്ത അകാരിതങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കാരിതം അകാരിതം. ഓപ്ഷൻസ് നോക്കാം. കുറച്ച് കാരിതങ്ങൾ തന്നിട്ടുണ്ട്. പറക്കുന്നു, ഇരിക്കുന്നു, നോക്കുന്നു, വരയ്ക്കുന്നു, ഇതൊക്കെ എന്താണ്? കേവലക്രിയകളിൽ കു ചേർന്ന് വന്ന കാരിതമാണ്. അതായത് പറക്കുന്നു, സ്വയം ചെയ്യുന്ന ക്രിയയാണ്, പറക്കുന്നു. അപ്പോൾ കു ചേർന്ന് വന്നപ്പോൾ അതെന്താണ്? കാരിതമാണ്. അതുപോലെ ഇരിക്കുന്നു, നോക്കുന്നു, വരയ്ക്കുന്നു, ഇതൊക്കെ എന്താണ്? കാരിത ക്രിയകളാണ് അല്ലേ? കാരിതങ്ങളാണ്. അപ്പോൾ അകാരിതങ്ങൾ കു ചേർന്ന് വരാത്ത കേവലക്രിയകളിൽ കു ചേർന്ന് വരാത്തതാണ് ഏത്? അകാരിതങ്ങൾ. പറയുന്നു, പായുന്നു, അറിയുന്നു, ചാടുന്നു. ഓക്കെ, ഇത് നോട്ട് ചെയ്യേണ്ടത് കേവലക്രിയകളിലാണ് കേട്ടോ. കേവലക്രിയകളിൽ കു ചേർന്ന് വന്നാൽ, കേവലക്രിയകൾ എന്താണ്? കർത്താവ് സ്വയം ചെയ്യുന്ന ക്രിയ. കേവലക്രിയകളിൽ കു ചേർന്ന് വന്നാൽ കാരിതം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ കാരിതം ഏതാണ്? ഓപ്ഷൻസ്: പറയുന്നു, വായിക്കുന്നു, പഠിപ്പിക്കുന്നു, ഓടുന്നു. ഇതിൽ കു എന്നുള്ളത് ഓപ്ഷൻ ബിയും സിയും ആണ്. അത് രണ്ടും നോക്കുക. അതിൽ കേവലക്രിയ ഏതാണ്? വായിക്കുന്നു അല്ലേ? കേവലക്രിയയിൽ കു ചേർന്ന് വന്നാലാണ് കാരിതം. പഠിപ്പിക്കുന്നു എന്നുള്ളത് എന്താണ്? അത് കേവലക്രിയ അല്ല. ഓക്കെ, അപ്പോൾ വായിക്കുന്നു, അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ: വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? പി കല്യാണിക്കുട്ടിയമ്മ. വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? പി കല്യാണിക്കുട്ടിയമ്മ. നമുക്ക് കുറച്ച് ആത്മകഥകൾ കൂടെ നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആത്മകഥകൾ. നോക്കാം. എന്നിലൂടെ എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയാണ് എന്നിലൂടെ. നോട്ട് ചെയ്യുക, കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയാണ് എന്നിലൂടെ. നെക്സ്റ്റ്, എൻ്റെ നാടുകടത്തൽ. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. നെക്സ്റ്റ്, ഓർമ്മയുടെ ഓളങ്ങളിൽ.
ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? ജി ശങ്കരക്കുറുപ്പ്. ശങ്കരക്കുറുപ്പിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അടുത്ത ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെയാണ്? തകഴി ശിവശങ്കരപ്പിള്ള. അപ്പോൾ നിങ്ങൾ ആ ഓർമ്മയുടെ തീരങ്ങളിലെ തായില്ലേ, ആ തായും തകഴിയുടെ തായുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ഓർമ്മയുടെ തീരങ്ങളിൽ നിന്ന് വരുമ്പോൾ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്ന് വരുമ്പോൾ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ. ഇനി ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ 3 പേരാണ് EMS നമ്പൂതിരിപ്പാട്, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ. നോട്ട് ചെയ്യുക. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ 3 വ്യക്തികളാണ് EMS നമ്പൂതിരിപ്പാട്, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ. അപ്പോൾ എന്നിലൂടെ എന്നുള്ളത് കുഞ്ഞുണ്ണിമാഷിൻ്റെയാണ്. വ്യാഴവട്ട സ്മരണകൾ P കല്യാണിക്കുട്ടിയമ്മ, ഓർമ്മയുടെ ഓളങ്ങളിൽ G ശങ്കരക്കുറുപ്പ്, ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ 3 വ്യക്തികളാണ് EMS, KR ഗൗരിയമ്മ, സർദാർ KM പണിക്കർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ഈ വരികൾ എഴുതിയത് ആരാണ്? കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, അല്ലേ? നമ്മളെല്ലാവരും ചെറുതിലേ തൊട്ട് പഠിച്ച പാട്ടാണല്ലേ, കേട്ട പാട്ടാണല്ലേ ഇത്. അപ്പോൾ ഇതാരാണ് എഴുതിയത്? ഉള്ളൂർ S പരമേശ്വരയ്യർ എഴുതിയ വരികളാണ് കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഓക്കെ. അപ്പോൾ ഇത് ആരുടെ വരികളാണ്? ഉള്ളൂർ S പരമേശ്വരയ്യരുടെ. നെക്സ്റ്റ്. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. ഇത് ആരുടെ വരികളാണ്? ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. ഇത് ആരുടെ വരികളാണ്? കുമാരനാശാൻ്റെ വരികളാണ്. നോട്ട് ചെയ്യുക. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും. ഇത് ആരുടെ വരികളാണ്? കുമാരനാശാൻ്റെ വരികളാണ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഹരിണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മാൻ. നോട്ട് ചെയ്യുക. ഹരിണം എന്ന പദത്തിൻ്റെ അർത്ഥം ഹരിണം എന്ന് വെച്ചാൽ മാൻ. ഹരിണം എന്ന പദത്തിൻ്റെ അർത്ഥം മാൻ എന്നാണ്. നെക്സ്റ്റ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇതിൻ്റെ ഒറ്റ വാക്ക് ഏത്? ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇതിൻ്റെ ഒറ്റ വാക്കാണ് ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇതിൻ്റെ ഒറ്റ വാക്ക് ഏതാണ്? ജാഗരം. ഹരിണം എന്ന പദത്തിൻ്റെ അർത്ഥം മാൻ. ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇതിൻ്റെ ഒറ്റ വാക്ക് ജാഗരം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. താങ്ക് യു.